വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ. ഒരു സർക്കിളിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇതാണ് സർക്കിളിന്റെ സെന്റർ. ഇങ്ങനെ സെന്ററിൽ നിന്ന് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസ് ആണ് 10 സെന്റിമീറ്റർ. റേഡിയസ് നമുക്ക് 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ സർക്കിൾ അറ്റ് എ റേഡിയസ് 10 സെന്റിമീറ്റർ മേക്ക് ആൻ ആംഗിൾ ഓഫ് 80 ഡിഗ്രി അറ്റ് എ പോയിന്റ് ഓൺ ദ ഓപ്പോസിറ്റ് ആർക്ക്. അതായത് ഈ റേഡിയസ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്കിലേക്ക് വരയ്ക്കുമ്പോൾ അവിടെ വരുന്ന ആംഗിൾ 80 ഡിഗ്രി, 18 ഡിഗ്രി ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക്? അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റിലേക്ക് വരയ്ക്കുന്ന ഈ ലെങ്ത്, ആ ലെങ്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 18 ഡിഗ്രി ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്കിലേക്ക്, ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ എന്ന് പറയുന്നതാണ് എത്രയെന്ത്? 18 ഡിഗ്രി അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആർക്ക്, ഈ 18 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആർക്ക് ലെങ്ത് എന്താണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കറിയാം റേഡിയസും ആർക്ക് ലെങ്തും തമ്മിലുള്ള ബന്ധം എന്താ? അപ്പൊ ആർക്ക് ലെങ്ത് എൽ എന്ന് പറയുന്നത്, ആർക്ക് ലെങ്തിന് എൽ എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് എൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 2πr, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ 2πr ഇൻറ്റു എക്സ് ബൈ എക്സ് ഡിഗ്രി ബൈ 360 ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇവിടെ നമ്മൾ നോക്കുക, ഇത് മൊത്തത്തിലുള്ള മെഷർമെന്റ് എത്രയാ? 360 ഡിഗ്രി. അപ്പൊ ഈ ഒരു ആംഗിൾ, ഈ ആർക്ക് ലെങ്ത് ഉൾപ്പെടുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 18 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 36 ഡിഗ്രി ആയിരിക്കില്ലേ? അപ്പൊ ഇത് മൊത്തത്തിലുള്ള മെഷർമെന്റ് 360. ആ 360 നിന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തെടുക്കുന്ന സെക്ടറിന്റെ ആംഗിൾ ആണ് 36 ഡിഗ്രി വരുന്നത്. കാരണം ഈ ഈ എ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സിയുടെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 18 ഡിഗ്രിയാണ്, ഇവിടെ എത്രയായിരിക്കും മക്കളെ? 36 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്ന ഈ ലെന്ത്, ഈ ആർക്ക് ലെന്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആർക്ക് ലെന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എത്രയാണോ അതിന്റെ ചെറിയൊരു പാർട്ടാണ് അല്ലെ? അപ്പൊ ആ സർക്കംഫറൻസിൽ നിന്ന് എത്ര ഡിഗ്രി നമ്മൾ എടുത്തേക്കണേ? സെൻട്രൽ ആംഗിൾ 36 ഡിഗ്രി. എത്രേനെ ഡിവൈഡ് ചെയ്തു? 360 ചെറിയൊരു പോർഷൻ ആണ് 36 ഡിഗ്രി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി വരും. ഇനി റേഡിയസ് 6 നമുക്ക് തന്നിട്ടുണ്ട്, 10 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. നേരെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ? അപ്പൊ നമ്മുടെ ആർക്ക് ലെന്ത് എൽ എന്ന് നമുക്ക് കൊടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രി വരും. ഇത് 360 ഡിഗ്രി വരും. ഈ ആറിന് നമ്മളിവിടെ 10 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. ഇവിടെ ഇൻറ്റു 10, ഇവിടെ 10 കൊടുത്തു. അപ്പൊ നിങ്ങൾ നോക്കി, ഈ 10ന്റെ 0 ഇത് വെട്ടിപ്പോവും, 36 വെട്ടിപ്പോവും. അപ്പൊ നമുക്ക് ഇവിടെ റേഡിയസ് ലെങ്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഈ 2π മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ലെങ്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 2π വരും. അപ്പൊ ലെങ്ത് ഓഫ് ആൻ ആർക്ക് 2π. ഇനി പൈയുടെ വാല്യൂ 3.14 വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി. ഇപ്പൊ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിളോടെ ചെയ്യാം. നമ്മൾ ഓരോ പ്രോബ്ലവും സർക്കിൾ പഠിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ എക്സാമ്പിൾ നമ്പറുകൾ മാറ്റി നമ്മൾ ചെയ്ത് പഠിക്കാം. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺസെപ്റ്റുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും, നന്നായി നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ശരിക്കും മാത്സ് പഠിക്കുമ്പോൾ പ്രോബ്ലം അല്ല, ഇനിയുള്ള കാലത്ത് നമ്മൾ പ്രോബ്ലം മാത്രം പഠിച്ചിട്ട് ഒരു പ്രയോജനമില്ല. കാരണം ക്വസ്റ്റ്യന്റെ മോഡലും പാറ്റേണും എല്ലാം മാറി കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി, നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട് ഒരു സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ഇവിടെ സെയിം ക്വസ്റ്റിനകത്ത് എത്രയാ? 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് 4 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സർക്കിളിന്റെ റേഡിയസ് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞാണ് ഇവിടെ ആംഗിൾ മേക്ക് ചെയ്യണ ആംഗിൾ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എല്ലാം ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. നമ്മുടെ ആൻസർ എന്താ മക്കളെ? ഇതിന് പേര് കൊടുത്തു എ ഒ ബി എന്ന് പേര് കൊടുത്തു. ഇവിടെ സി. ഇനി നമുക്ക് എന്തറിയാം? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക്? ഈ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ 9 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ഡിഗ്രി ആവും. അപ്പൊ നമ്മുടെ ഈ ആർക്ക് ലെങ്തിന്റെ ഫോർമുല എന്താ? സെയിം മോഡൽ എന്താ എഴുതുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു സർക്കംഫറൻസ് 2πr ഇൻറ്റു എക്സ് ഡിഗ്രി സെൻട്രൽ ആംഗിൾ ബൈ 360 ഡിഗ്രി വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത അതേ സാധനം തന്നെ, അവിടെ ആംഗിൾ മാറുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ റേഡിയസ് കൊടുക്കണം. റേഡിയസ് തന്നിട്ടില്ലേ? 2π കൊടുത്തു. എത്രയും നമുക്ക് തന്നേക്കണം? 4 റേഡിയസ്. സെൻട്രൽ നിന്ന് സർക്കിളിന്റെ ഒരു എൻ പോയിന്റിലേക്ക് വരയ്ക്കുന്നതാണ് റേഡിയസ് എന്ന് പറയുന്നത്. അതായത് ഈ 0യും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അതും ഇത് തന്നെ എന്ത് തന്നെയാണ്? റേഡിയസ് തന്നെയാണ്. അപ്പൊ 2πr എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇവിടെ 4. എക്സ് നമ്മൾ ആംഗിൾ, സെൻട്രൽ ആംഗിൾ എത്രയാ? എപ്പോഴും തരണ ആംഗിൾ ഏത് ആംഗിളാന്ന് നോക്കണം. സെൻട്രൽ ആംഗിൾ ആണെങ്കിൽ പിന്നെ ഡബിൾ എടുക്കരുത്, നേരെ എഴുതാമുള്ളൂ. സെൻട്രൽ ആംഗിൾ 18 ഡിഗ്രി വരും. ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി.
360 എടുക്കാൻ കാരണം എന്താണ്? മൊത്തത്തിലുള്ള ഈ സർക്കിളിന്റെ ടോട്ടൽ മെഷർമെന്റ് 360 ആ 360ന്റെ ചെറിയൊരു പാർട്ടാണ് 18 വരുന്നത്. ആ സെക്ടർ ഉൾപ്പെടുന്നതിന്റെ ആർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുത്തു. ഇനി ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ നോക്കിക്കേ, നിങ്ങൾ തന്നെ പറഞ്ഞേ, 2πr എന്ന് പറഞ്ഞ 4 ഇവിടെ ഇൻറ്റു 18 ബൈ 360 വരും. ഈ 18 36 കൂടെ വെട്ടി കഴിയുമ്പോൾ ദാറ്റ് ഈസ് 2. 18 2 36. ഈ 0 അങ്ങനെ തന്നെ എഴുതി. ഇനി 4 ഈ 20 കൂടെ വെട്ടി കഴിയുമ്പോൾ 5 വരും. നിങ്ങൾ അത് ചുമ്മാ എഴുതിയാലും മതി, തെറ്റാതെ എഴുതുന്നത് മാത്രം കേട്ടോ. വെട്ടി കുറച്ച് എഴുതിയാൽ തെറ്റിക്കരുത്. അപ്പൊ നമ്മൾ 2π വരും, ഇവിടെ ബാലൻസ് 2π/5 വരും. അപ്പൊ നമ്മുടെ ആൻസർ 2/5 എന്ന് പറഞ്ഞാൽ 0.4 അല്ലേ? 0.4π വരും നമ്മുടെ ലെങ്ത് ഓഫ് ആൻ ആർക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങളൊരു എക്സാമ്പിൾസ് ചെയ്ത് നോക്കണം. നമ്മുടെ L1 വീഡിയോയിൽ ഇതുപോലെ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടോപ്പിക്കും എക്സാമ്പിളിലൂടെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓരോന്നും പഠിക്കാൻ പറ്റും. ABC ഇവിടെ നമുക്ക് തന്നേക്കണം ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രിയാണ്. 20 ഡിഗ്രി എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് 6 ആണ് തന്നേക്കണം. റേഡിയസ് 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആർക്ക് ലെന്ത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതുപോലെ എക്സാമ്പിൾ ചെയ്യണം. നമ്മുടെ L1 വീഡിയോ എങ്ങനെയാണ്, ഓരോന്നിനും എക്സാമ്പിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ L1 പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് L2 വീഡിയോ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ലെവൽ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.